അപ്പോൾ നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ പുതിയ സിനിമയായ കാരം കണ്ടു. സത്യം പറയാലോ, പാടം ഒട്ടും വർക്കായില്ല. പാടം പക്കാ ബോറ് പടം. വളരെ അമച്ചുറിഷ് ആയിട്ടുള്ളൊരു മേക്കിങ്, ഡയലോഗ്സ്, അഭിനയം ഒന്നും ശരിയായിട്ടില്ല. പടം നല്ല കൂതറയുണ്ട്. അതിനു മുന്നേ നമ്മുടെ തിരക്ക് ശേഷം വിനീത് ഇതേപോലെ ഒരു ത്രില്ലറായിട്ടുള്ളൊരു പടം എടുക്കുന്നതാണ്. പുള്ളിയെ കൊണ്ട് ഇത് പറ്റില്ല, അതാണ് സംഭവം. പുള്ളിയെ കൊണ്ട് എടുത്താൽ പോകാത്തൊരു സാധനമാണ് ഇത്, ഈ ഒരു ജോണർ എന്ന് മനസ്സിലായിട്ടുണ്ട്. തിര വലിയ കുഴപ്പമുണ്ടായില്ല, അതിൽ ഈ ആ ഒരു കുറേ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ ഒരു രക്ഷയില്ല. എല്ലാ ആ ഒരു ഏറ്റവും വേസ്റ്റ് ലെവലിലാണ് ഈ പടത്തിൽ നിൽക്കുന്നത്. ഇവരുടെ എല്ലാവരുടെയും വീക്ക്നെസ് നന്നായിട്ട് ഈ സിനിമയിൽ കാണാൻ പറ്റും. ആകെ കൊള്ളാമെന്ന് പറയുന്നത് മറ്റേ സിനിമാറ്റോഗ്രാഫി ജോമോൻറ്റി ജോൺ ചെയ്തേക്കുന്ന സിനിമാറ്റോഗ്രാഫി വലിയ കുഴപ്പമില്ല. മ്യൂസിക് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. ഷാൻ റഹ്മാൻ എന്തൊക്കെയാണോ ചെയ്ത് വെച്ചേക്കണത്. പിന്നെ വിനീത് ശ്രീനിവാസൻ്റെ ഡയറക്ഷനൊന്നും കൊള്ളൂല, ഒട്ടും പോരാ. ഇത് ഇങ്ങനെയൊക്കെ ഡയറക്റ്റ് ചെയ്തെടുത്തൊക്കെ ഇങ്ങനെ നമ്മുടെ തട്ടത്തിൻ മലർവാടിയൊക്കെ എടുത്ത് കഴിഞ്ഞ സിനിമ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ക്ലിക്കാവാഞ്ഞ സിനിമ, ഒട്ടും ക്ലിക്കാവാഞ്ഞ പടം. ഈ വിനീത് ശ്രീനിവാസ് ഇത് ഈ നല്ല നല്ല സിനിമകളൊക്കെ എടുത്ത് ഈ വിനീത് ശ്രീനിവാസ് ഇങ്ങനത്തെ ഒരു എന്തിനാണ് ഇത് പുള്ളി ചെയ്ത് വെച്ചേക്കണെന്ന് ഒരു ഐഡിയയും കിട്ടണില്ല. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, മലർവാടി ആർട്സ് ക്ലബ്ബ്, തട്ടത്തിൻ മറയത്ത്, ജേക്കബിൻ്റെ സ്വർഗരാജ്യം, അതൊക്കെ എന്നാ കിടിലം പടങ്ങളായിരുന്നു. ആ സിനിമ എടുത്തുള്ളി ഞാൻ പറയല, വർക്കാവാത്ത സിനിമകളാണ് ഈ ഹൃദയം, വർഷങ്ങൾക്ക് ശേഷം. കഴിഞ്ഞൊരു 3 സിനിമയായിട്ട് വിനീതിൻ്റെ കാലിബർ തന്നെ പോയോ എന്നൊരു സംശയമുണ്ട്. പുള്ളിയുടെ ആ കഴിവ് നഷ്ടപ്പെട്ടു പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഹൃദയം വർക്കേ ആയിട്ടില്ല, ആ ക്രിഞ്ചിൻ്റെ അങ്ങേ അറ്റമാണ് ഹൃദയമൊക്കെ. വർഷങ്ങൾക്ക് ശേഷം കുറച്ച് നേരം കണ്ടൊക്കെ ആയിരിക്കാം. എനിക്കാകെ ഇഷ്ടമായ ന്യൂബോളിയുടെ സീനാണ്. ഈ സിനിമക്കാരൻ ഒരു രക്ഷയില്ല. കാട്ടവരാതം എന്ന് പറഞ്ഞാൽ കാട്ടവരാതം. ഈ സിനിമയിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആരഞ്ചും പുറിച്ചും ഒരു 100 കണക്കിന് ക്യാരക്ടേഴ്സും എന്താണ്ടൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഇതിൻ്റെ ഈ കഥ എഴുതിയേക്കുന്നവൻ തന്നെയാണ് ഇത് അഭിനയിച്ചേക്കുന്നത്. നോബൽ ബാബു തോമസ് എന്ന് പറയുന്ന വിനീതിൻ്റെ ഏതോ വലിയ ഫ്രണ്ടൊക്കെയാണ്. എൻ്റെ പൊന്നെണ്ണ, എന്തിനാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്ത് വെച്ചേക്കണേ. അതായത് നമ്മുടെ ഈ ജോൺ വിക്കും നമ്മുടെ ടേക്കൺ, ബോൺ ഐഡന്റിറ്റി പോലത്തെ സിനിമയൊക്കെ പുള്ളി കണ്ട് ഇൻസ്പയർ ആയിട്ട് എഴുതിയേക്കണമെന്ന് തോന്നുന്നു. അതൊക്കെ തന്നെ സംഭവം, അതല്ല അതുപോലെ തന്നെ ആക്ഷൻ ആയാലും അതിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു മൂവ്മെൻറ്റും സ്വാഗും എല്ലാം ഈ ബോൺ ഐഡന്റിറ്റി ആ സിനിമയുടെ ഒരു കോപ്പി പേസ്റ്റ് എന്ന് തന്നെ പറയാം. ടേക്കൺ, ബോൺ ഐഡന്റിറ്റി, ജോൺ വിക്ക്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തുള്ളൊരു വല്ലാത്തൊരു ഊളപ്പടം തന്നെയാണ് നമ്മുടെ കരം. ഈ നോബിൾ ബാബു തോമസ് പൊന്നണ്ണ പണിപ്പാളിയിരിക്കുകയാണ്. ഒട്ടും കൊള്ളൂല, അഭിനയം കൊള്ളൂല, റൈറ്റിംഗ് അതിൻ്റെ അമ്പരം മോശം. പുള്ളി എന്ത് കണ്ടിട്ടാണോ എഴുതി വെച്ചേക്കണത്. ഒരു ദേവ് മഹേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ ഒരു ക്യാരക്ടറിനൊക്കെയാണ് പുള്ളി ഇതിൽ പ്ലേ ചെയ്യണത്. പുള്ളിയുടെ അഭിനയം കൊള്ളിയേയില്ല, വളരെ മോശം. അഭിനയിക്കാൻ അറിയില്ല. ഒന്ന് ലിപ് മൂവ്മെന്റ്, ഡയലോഗ് ഡെലിവറിയൊക്കെ ആരിഞ്ചം പൂരിഞ്ചം അലമ്പ്. അതിനേക്കാളും അലമ്പാണ് ഇമോഷണലായിട്ടൊക്കെ അഭിനയിക്കാൻ നോക്കുന്ന സീനൊക്കെ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, നല്ല അലമ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആശാൻ ഉണ്ട് ഇതിൽ. ആശാൻ ഒരു വില്ലനായിട്ടാണ്. പുള്ളി മാത്രമാണ് ഇച്ചിരി മെച്ചമായിട്ട് അഭിനയിച്ചതായിട്ട് എനിക്ക് തോന്നിയത്. പുള്ളിയുടെ അഭിനയം കുഴപ്പമില്ല. ബാക്കി എല്ലാവരുടെയും ഒരു അഭിനയം ഇതിലെ ഒരു എനിക്കറിയില്ല, വല്ലാത്തൊരു സ്കെയിലാണ് എല്ലാവരും അഭിനയിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കോമഡി പരിപാടിയാണ് ഉണ്ടാക്കി വെച്ചേക്കണേ. ഈ എന്താ പറയുക, ഒരു സ്പൂഫ് പോലത്തെ ഒരു മൂവി, ഒരു സ്പൂഫ് പടം പോലെ എടുത്തു വെച്ചേക്കണേ. വല്ലാണ്ടൊരു എക്സാജറേറ്റഡ് കോമഡിയൊക്കെയാണ് ഇതിൽ സിനിമയിൽ. അപ്പോൾ നമുക്ക് അതിലോട്ടൊക്കെ വരാം. അപ്പോൾ തുടക്കം തൊട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ തുടക്കം സീൻ തൊട്ട് ഫസ്റ്റ് ഒരു ചേസ് സീനാണ്. ആ ട്രെയിലറിലൊക്കെ കാണിക്കുന്നുണ്ട്, ആ ഒരു ചേസ് സീൻ, ട്രക്കൊക്കെ ചേസ് ചെയ്യുന്ന ഒരു സീൻ. ആ സീൻ തൊട്ടേ ശോകമാണ്. ഡബിങ് ആദ്യത്തെ ഒരു 10 മിനിറ്റ് നമുക്ക് സിനിമയുടെ ലെവൽ എവിടെയാണെന്ന് മനസ്സിലാവും. അതായത് ഡബിങ് ശോകം, ഡയലോഗ് ശോകം. ഫസ്റ്റ് സീനിലെ ഒരു ഡയലോഗ് കേട്ടോ. അതായത് ഇവര് ദേവും വേറെ ഇവൻ്റെ ഒരു കമാൻഡറും കൂടി തീവ്രവാദിനൊക്കെ പിടിക്കാൻ പോയിട്ട് അവിടെ നിന്ന് മൂഞ്ചി വരുന്ന സീനൊക്കെയാണ്. അവർ ട്രക്കിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പുറകിൽ കുറേ ബൈക്കിൽ ഈ എന്തോ ഒരു ബൈക്കിലൊക്കെ കുറേ തീവ്രവാദികൾ ഇവന്മാരെ ഫോളോ ചെയ്തൊക്കെ വരുന്നുണ്ട്. അതാണ് സീൻ. അപ്പോൾ അതിൽ കമാൻഡർ ദേവിനോട് പറയുന്ന ഡയലോഗ് കേട്ടോ, നിന്റെ മണ്ടത്തരം കാരണം മിസ്സായത് ആരാണെന്ന് അറിയോ? ഉമൈദ് ബിൻ ഷാം, ദ മോസ്റ്റ് വാണ്ടഡ് മിലിറ്റന്റ്. ഇതൊക്കെയാണ് ഇങ്ങനെ എഴുതി വെച്ചേക്കണേ. നിന്റെ മണ്ടത്തരം കാരണം എന്നൊക്കെ പറയും. എന്ത് ഡയലോഗ് ഇതൊക്കെ? ഇങ്ങനെയൊക്കെയാണ് ഡയലോഗ് എഴുതണേ. പിന്നെ തീവ്രവാദികൾ 100 വെടിയൊക്കെ ഉണ്ട് ഇവന്മാരുടെ ട്രക്കിലോട്ട്. ഈ ദേവും കമാൻഡർ ഒറ്റ വെടിയും കൊള്ളില്ല.
ഒറ്റ ഇടി അവിടെ സൈഡിലൂടെ എല്ലാം കൂടെ വണ്ടിയുടെ സൈഡിൽ കൂടെ ഒക്കെ പോയി വേറെ എവിടെയാണ്ടൊക്കെയോ ആകാശത്തോട്ടൊക്കെ പോകുന്നുണ്ട്. ഇവന്മാർ ഈ ഡേവും കമാൻഡറും ഇടയ്ക്കിടയ്ക്ക് ഒരു പിസ്റ്റൾ വെച്ച് ഇടയ്ക്ക് ഒന്ന് തിരിച്ചു പിടിയൊക്കെയുണ്ട്. നേരെ തീവ്രവാദി തലയിൽ ഹെഡ് ഷോട്ട്, തീവ്രവാദി പക്ക ഹെഡ് ഷോട്ട് അടിച്ച് ചത്തു വീഴുന്നുണ്ട്. എന്ത് ലോജിക്കാണ് ഇവിടെ? നമ്മൾ ഏത് കാലത്തെ സിനിമയിൽ കണ്ട് തീർന്നു ഇതൊക്കെ? 10, 15, 20 കൊല്ലം മുന്നത്തെ സിനിമയുടെ ലോജിക്കും കൊണ്ട് ഇപ്പോഴും ഇരിക്കണം. അത് പിന്നെ വിനീത് ശ്രീനിവാസിന്റെ ഒരു കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ പഴയ ഒരു മേക്കിംഗ് ഒക്കെയാണ് ഇതിൽ. ഒരു സുഖവും ഇല്ല. അങ്ങനെ ഇവനെ ആർമി ട്രൈബ്യൂണലിൽ ചെല്ലുന്ന, ഡേവിനെ കോർട്ട് മാർഷൽ ചെയ്യണം. ഡയറക്ടർ ഓർഡർ എന്തോ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ അവനെ ഡിസ്മിസ് ചെയ്യണു, കോർട്ട് മാർഷൽ ചെയ്ത് ഡിസ്മിസ് ചെയ്യണു. തിരിച്ച് അവൻ നാട്ടിൽ വരുന്നു. പിന്നെ മനോജ് തിരിച്ച് വീട്ടിൽ വരുന്നു. അപ്പോൾ അതിന് മുന്നേ എന്താ അമ്മയുടെ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ ഉണ്ട്. അല്ല, ഇവൻ വീട്ടിൽ വന്നിട്ട് അമ്മയുടെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അവിടെയൊക്കെ എന്തൊരു വല്ലാത്തൊരു മെസ്സേജിങ് ഒക്കെ ചെയ്ത് വെച്ചേക്കണം. അതായത് കുട്ടികളോട് പറയാണ്, അതായത് ഇറ്റ് ഇസ് ഓക്കെ ടു ആക്ട് ഡംപ് ടു ലിവ് ഇൻ അവർ വേൾഡ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് പൊട്ടനായിട്ടൊക്കെ അഭിനയിക്കാന്നൊക്കെ. എന്താണിത്? എന്ത് മെസ്സേജാണിത്? കുട്ടികളോട് പൊട്ടനായിട്ടൊക്കെ അഭിനയിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ. എന്ത് എന്ത് കോപ്പിലെ മെസ്സേജാണ് ഇത്? അത് കഴിഞ്ഞിട്ട് മനോജ് കെ ജയന്റെ ഇൻട്രോ കയറുന്നുണ്ട്. നല്ല അലമ്പായിട്ട്. മനോജ് കെ ജയൻ പക്ക അലമ്പ് ഇതിൽ. എൻ്റെ പൊന്നെണ്ണ, ഇത്രയും നാളുകൾക്കുള്ളിൽ കണ്ടത് വെച്ച ഏറ്റവും അലമ്പ് അഭിനയം. അങ്ങനെ മനോജ് കെ ജയൻ ഇവൻ്റെ അച്ഛനായിട്ടൊക്കെയാണ് ഇവർ ഡിന്നർ ടേബിളിലൊക്കെ, ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്ന സീന്. ഇവൻ അച്ഛനുമായിട്ട് ഇവൻ കസർത്ത് കയറാണ്. അച്ഛൻ എന്താണ്ടോ പറയുന്നത്, ഇവൻ മയിരെന്ന് പറയുന്നതിന് ഒരു തൈര് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. പിന്നെ തൈര് താന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അപ്പുറം ഇരിക്കുന്നവൻ തൈരൊക്കെ എടുത്തു കൊടുക്കണ്. എന്തോ ഇത്? ഇതാണ് സിനിമ. ഇത് സിനിമ. അങ്ങനെ അവൻ അച്ഛനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോണ്. പിന്നെ അവിടെ പോയി കുടിക്കാൻ എവിടെയോ ബാറിൽ ചെന്നിരിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ ഇവൻ്റെ പഴയ ഒരു ലൈൻ, സന, അവൾ വരുന്നു. അവളെ ഒരു ചൊറിയൻ, മൊത്തം ചൊറിയൻ ക്യാരക്ടേഴ്സ് ഈ സിനിമയിൽ, മൊത്തം ചൊറി ക്യാരക്ടേഴ്സാണ്. അപ്പോൾ സന ഇവനോട് ദേഷ്യപ്പെടുന്നത്, എന്തുകൊണ്ട് നീ എവിടെയായിരുന്നു, ഇത് അണ്ടർ കവർ, നീ അണ്ടർ കവർ ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് വിളിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും തമ്മിൽ കലിപ്പാകുന്നു. അപ്പോഴേക്ക് ഇവളുടെ കൂടെ വേറെ ഒരുത്തൻ വരുന്നു. അവന് ഇവളെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന ദിവസമാണ്. അന്ന് തന്നെയാണ് ദേവ് വന്നത്. അപ്പോൾ അവനെ പ്രപ്പോസ് ചെയ്യാനൊക്കെ ഇപ്പോൾ ഒരു ചൊറി ക്യാരക്ടർ ഈ പ്രപ്പോസ് ചെയ്യാൻ വന്നേക്കുന്നത്, ഈ സനയുടെ കൂടെ വന്നേക്കുന്നത്. ഫുൾ ഈ സിനിമ മൊത്തം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ലോജിക്കിൽ ഓടുന്ന ഓരോ കോയിൻസിഡൻസുകളാട്ടോ. ഈ ദേവ് വന്നിരിക്കുന്ന ബാറിൽ തന്നെ സന വരുന്നു. അതാ ദിവസം തന്നെയാണ് ഇവൻ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം ഒരുമിച്ചാട്ടോ എല്ലാം സംഭവിക്കണം. ഈ ഇങ്ങനത്തെ സിനിമയിൽ മാത്രമേ ഇതൊക്കെ സംഭവിക്കൂ. ഞാനത് പക്ഷേ ഈ സനയ്ക്ക് ഇവനെ ഈ പ്രപ്പോസ് ചെയ്യുന്നതിന് ഇഷ്ടമൊന്നുമല്ല. എന്താ പോലെയൊക്കെ ഇരിക്കണ്. ഇവൻ നമ്മുടെ ദേവ് സനേനെ എടുത്തുകൊണ്ട് പോകണു. അവർ കളിക്കുന്നു. ഒരു കളി സീനൊക്കെ ഉണ്ട്. നൈസായിട്ട് അതങ്ങ് തീരുന്നു. അവർ പിന്നെ മൗണ്ടൻ ക്ലൈമ്പിങ്ങിന് പോകണു. പിന്നെ സിനിമ ട്രാക്ക് മാറുകയാണ്. ചെറുതായിട്ടൊന്ന് ട്രാക്ക് മാറും. ഇത്രയും നേരം സെറ്റപ്പ് ബിൽഡപ്പ് ഒക്കെ ആയിരുന്നു. ഇവർ പിന്നെ വീണ്ടും സെറ്റാവുന്നു. സനയും ദേവും ഇവർ പിന്നെ മൗണ്ടൻ ക്ലൈമ്പിങ്ങിനൊക്കെ പോകണു. മൗണ്ടൻ ക്ലൈമ്പിങ്ങിന് പോകുന്നതിനിടയിൽ റോപ്പ് ലൂസായിട്ട് ഇവള് താഴോട്ട് വീണ്, താഴോട്ടെന്ന് പറഞ്ഞാൽ ഈ മൗണ്ടൻ ക്ലൈമ്പിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ഇച്ചിരി താഴോട്ട് വന്നിട്ട് ഈ പാറയിലോട്ട് വന്ന് തലയിടിക്കുന്നു. തല പൊട്ടി കോമയിലൊക്കെയാണ്. അതാണ് ജോണി ആൻ്റണിയാണ് ഈ സനയുടെ അച്ഛനായിട്ടൊക്കെ വന്നത്. പുള്ളിയൊക്കെ ഒന്ന് കഷ്ടപ്പെട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും അങ്ങ് ഒത്തില്ല, ഒന്നും അങ്ങ് സെറ്റായിട്ടില്ല. പുള്ളി ഇവനോട് നീ എൻ്റെ മോളൊക്കൊന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്നു. പിന്നെ ഇവരേതോ അപ്പം ഇത്രയും ഫ്ലാഷ് ബാക്ക് ആയിരുന്നു. അപ്പം ഇത്രയും കഥ നമ്മുടെ ദേവ് ഇരുന്ന് ഇപ്പോഴത്തെ പ്രസന്റ് ഡേയിലുള്ള ഭാര്യനോട് ഇരുന്ന് പറയുന്നതാണ് സീൻ. അപ്പോൾ ഇവരേതോ യൂറോപ്പിലെ ഏതോ രാജ്യത്ത്, എന്തോ ലെനാർക്കോ എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ഇവർ ട്രിപ്പൊക്കെ പോണ്, ഇപ്പോഴത്തെ ഭാര്യയും ഡേവും ഒക്കെ. അങ്ങനെ നമ്മുടെ ഡേവ് വീണ്ടും ഒരു ബാറിൽ പോണു. അങ്ങനെ ബാറിൽ ചെല്ലുമ്പോൾ അവിടെ എന്തോ ഒരു സ്കോച്ച് വിസ്കി എന്താണ്ടോ ചോദിക്കുക. ആ സാധനം ഇല്ല. ആ സാധനം വേണമെങ്കിൽ അപ്പോൾ ഒരു പയ്യൻ ഒരുത്തൻ, അടുത്ത വെറുപ്പീര് കഥാപാത്രം, ഒരു പാറ വെറുപ്പീര് സുഹൃത്തെ, ഒരു മാമ കഥാപാത്രം വരുന്നു, സുഹൃത്ത് മാമ. അവൻ വന്ന് ഇവനോട് ചോദിക്കണം, നിനക്ക് അത് വേണോ, നിനക്ക് ഇത് വേണോ. അങ്ങനെ അവസാനം മലയാളിയാന്ന് ഇവൻ മനസ്സിലാക്കണം, നമ്മുടെ മാമ. അങ്ങനെ മാമ താഴെ വിളിച്ചുകൊണ്ട് കുറേ പെണ്ണുങ്ങളൊക്കെ അവന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ കാണുന്ന ഇവന് വേണ്ടെന്നൊക്കെ പറയണ് ഇവൻ. പക്ഷെ നമ്മുടെ ഡേവ് പിന്നെ നോക്കുമ്പോൾ ദേ നിൽക്കണ സന, ഈ കാണിച്ച പെണ്ണുങ്ങളുടെ ഇടയിൽ ദേ നിൽക്കണ സന. അങ്ങനെ സനയായിട്ട് ഓക്കെ, വീണ്ടും സനയായിട്ട് ഒത്തൊരുമിക്കുന്നു.
അപ്പൊ ഈ ചെന്ന ബാറില് എന്തോ സ്ട്രിപ്പല്ല, ഈ വേശ്യാലയം, അതായത് ബ്രോത്തലാണ് ബേസിക്കലി. അവിടെ എത്തി നിൽക്കുവാണ് സന. ഏതാ ഏതോ യൂറോപ്യൻ രാജ്യത്ത്, ലെനാർക്കോ എന്ന് പറയുന്ന ഏതോ ഒരു രാജ്യത്ത് ഏതോ ഒരു വേശ്യാലയത്തിൽ വന്ന് നോക്കിയപ്പോൾ ദേ നിൽക്കണ സന. അടുത്ത കോയിൻസിഡൻസ് ആട്ടോ, എന്നാ ലോജിക്കാന്ന്, കിട്ടില്ല ലോജിക്കാ പടം. അപ്പോൾ ദേ നിൽക്കണ വീണ്ടും സന. അങ്ങനെ ഇവർ വീണ്ടും കണ്ടുമുട്ടാണ്. പിന്നെ വീണ്ടും സനയുടെ ഫ്ലാഷ് ബാക്ക്. വീട്ടുകാരിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അവള് വീട് വിടുന്നു. ഏതാ കോമയൊക്കെ 3 കൊല്ലം കണ്ട് കോമയിലായിരുന്നു. കോമ കഴിഞ്ഞിട്ട് വെള്ളത്തന്ത നമ്മുടെ ജോണി ആന്റണി എന്തോ കല്യാണമൊക്കെ ഉറപ്പിക്കാനൊക്കെ നോക്കണം. അങ്ങനെ സന വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ രക്ഷപ്പെട്ട് അങ്ങോട്ട് പോകുന്ന വഴി ഒരു പെണ്ണ് വന്ന് ഇവളോട് ഒരു ഫോം ഫില്ല് ചെയ്തതാ, മറ്റേ എന്തോ ദാനത്തിനുള്ള ഫോം എന്നൊക്കെ പറഞ്ഞ് കെഞ്ചി അപേക്ഷിക്കണം. അങ്ങനെ ഇവള് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സന ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. നെയിം, മെയിൽ ഐ ഡി, ഫോൺ നമ്പർ, ഇത് മൂന്നും ചോദിക്കുന്നത്. ഇവള് അതേപോലെ എഴുതി കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടെയാണ് ട്വിസ്റ്റ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഫോം ഫില്ല് ചെയ്ത് കൊടുക്കരുത്. അതാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ മെസ്സേജ്. ആർക്കും ഫോം ഫില്ല് ചെയ്ത് കൊടുക്കരുത്. നിങ്ങളുടെ പേര്, മെയിൽ ഐ ഡി, ഫോൺ നമ്പർ ആർക്കും കൊടുക്കരുത്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ. നിങ്ങളെ സെക്സ് റാക്കറ്റ് പിടിക്കും. ഓക്കെ. അപ്പോൾ ഇവള് ഈ സന ഫോം ഫില്ല് ചെയ്ത് കൊടുത്തതിൻ്റെ പുറകെ ഇവളെ ഒരു സെക്സ് റാക്കറ്റ് വന്ന് പിടിക്കുന്നു. അവളെ യൂറോപ്പിലോട്ട് കടത്തുന്നു. പിന്നെ യൂറോപ്പിലെ ഈ സെക്സ് കടത്തും അതൊക്കെയാണ് പിന്നെ കാണിക്കുന്നത്. അങ്ങനെ അവള് കിഡ്നാപ്പ് ആവണു. അവിടെ നിന്ന് പ്രോസ്റ്റിറ്റ്യൂഷനിലോട്ട് പോണു. അവിടെ നിന്ന് പിന്നെ നമ്മുടെ ഈ പഴയ മാമ ക്യാരക്ടർ, സുഹൃത്ത് മാമ സനേനെ റേപ്പ് ചെയ്യണ സീനൊക്കെ ഉണ്ട്. മര്യാദയ്ക്ക് അത് കുറച്ച് എവിടേക്കോ ഐഡിയാസ് ഉണ്ട്, പക്ഷെ ഒട്ടും മെനയായിട്ട് വന്നിട്ടില്ല സിനിമയിൽ. ഈ വിനീത് ശ്രീനിവാസനെ ഈ നമ്മുടെ ഫീൽ ഗുഡ് മൂവീസ് മാറി ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, ഈ മറ്റേ തിരയിലും അതെ ഇതേപോലെ നല്ല കുറേ കോൺസെപ്റ്റും കുറേ സീനൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങ് ക്ലിക്കായില്ല, അതങ്ങ് സെറ്റായില്ല. പക്ഷെ തീരെ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ശോഭനയുടെ അഭിനയമൊക്കെ നല്ല അത്യാവശ്യമെങ്കിലും കണ്ടിരിക്കുകയായിരുന്നു. അതിൽ ധ്യാൻ അത്ര പോരാ, എന്നാലും ശോഭനയുടെ ആ ഒരു തിരിച്ചുവരവൊക്കെ ആയിരുന്നല്ലോ, കുറേ നാൾക്ക് ശേഷമുള്ളൊരു തിരിച്ചുവരവ് എന്നുള്ളൊരു സിനിമയൊക്കെയാണ്. അതുകൊണ്ട് എനിക്കെന്തോ തീരെ കുറച്ച് ക്ലിക്കായിരുന്നു. അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമൊന്നും ആയില്ലെങ്കിലും കുറച്ച് ക്ലിക്കായിരുന്നു. പക്ഷേ ഈ സിനിമ ഒരു രക്ഷയില്ല, ഒരു തരത്തിൽ ഈ സിനിമ ക്ലിക്കാവില്ല. അപ്പോൾ ഈ റേപ്പ് സീനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റേപ്പ് ചെയ്യുന്നത് ഈ മാമ തന്നെയാണ്, അങ്ങേര് തന്നെയാണ് റേപ്പ് ചെയ്യുന്നത്. ഒരു പയ്യനാണ്, തന്നെ ഒരുമാതിരി ജോക്കർ ക്യാരക്ടറൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അങ്ങനെ ഫ്ലാഷ് ബാക്ക് കഴിയണം. അപ്പോൾ ഇവൻ പറയുന്നു എങ്ങനെ ഇവൻ സനേനെ റേപ്പ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഈ നമ്മുടെ ദേവിനോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എൻ്റെ അമ്മോ, അങ്ങനെ അപ്പോൾ ഇവള് കരയുന്ന കാണുമ്പോഴാണ് ഇവന് ത്രില്ല് വരുന്നതെന്നൊക്കെ ഒക്കെയാണ് പറയണത്. അപ്പോൾ ആ റേപ്പ് ചെയ്തവനാണ് നമ്മുടെ ഇന്നത്തെ മറ്റേ സുഹൃത്തെ നിന്ന് വിളിക്കുന്ന മറ്റേ മാമൻ, ആ പയ്യൻ. പിന്നെ നമ്മുടെ മെയിൻ വില്ലൻ നമ്മുടെ ആശാനാണ്. ആശാൻ ഒരു റഷ്യൻ മോൺസ്റ്റർ പോലത്തെ ഒരു ഭയങ്കര കൊടൂര വില്ലനൊക്കെ ആയിട്ടാണ് ഇതിൽ വിക്ടിംസിനൊക്കെ ഈ ബഫല്ലോ ടങ്കൊക്കെ കൊടുത്ത് ആണ് കൊല്ലുന്നത്. അപ്പോൾ ഒന്നേ ബഫല്ലോ ടങ്ക് കഴിക്കണം, അല്ലെ നമ്മുടെ നാക്ക് മുറിച്ച് പുള്ളിക്ക് കൊടുക്കണം. അത് കൊടുത്തില്ല പുള്ളി വെടിവെച്ച് കൊല്ലും. ഇതാണ് സീൻ. അപ്പോൾ ഈ ബ്രോത്തലിൽ അവിടുത്തെ പെണ്ണുങ്ങൾ കുറച്ച് രക്ഷപ്പെടാനൊക്കെ നോക്കിയ പെണ്ണുങ്ങൾ ഒരുത്തീനെ അവളോട് നാക്ക് വെട്ടി തരാനൊക്കെ പുള്ളി പറയണം. അവൾക്ക് അത് പറ്റണല്ലോ, ഉടനെ അവളെ വെടിവെച്ച് കൊല്ലുന്നു അവിടെ തന്നെ, ഓൺ ദ സ്പോട്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ മറ്റേ നമ്മുടെ സനയൊക്കെ ഉണ്ട്, എല്ലാവരും അവിടെ ഉണ്ട്. പിന്നെ വരുന്നതാണ് നമ്മുടെ ബാബുരാജ്, അടുത്ത വെറുപ്പീർ. ഒരു രക്ഷയില്ല, ഇമാതിരി അലമ്പ അഭിനയം, ബാബുരാജിൻ്റെ ഏറ്റവും അലമ്പ അഭിനയം ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച്. പുള്ളി വന്നിട്ട് ബാബുരാജിൻ്റെ ഒരു ഇൻട്രോ പോലത്തെയാണ്, വലിയ ഇൻട്രോ ഒന്നുമില്ല. ഇവനായിട്ട് മീറ്റ് ചെയ്യണം, നമ്മുടെ ദേവുമായിട്ട് മീറ്റ് ചെയ്യണം, ഇവർ തമ്മിൽ പരിചയപ്പെടുന്നു. വീണ്ടും അടുത്ത മാമാപ്പണി. ശരി, എല്ലാ രീതിയിലും മാമയാണ്. ഇവൻ അടുത്ത മാമാപ്പണിക്ക് കൊണ്ടുപോകണു. കുറേ മദാമാരെയൊക്കെ കാണിച്ചു കൊടുക്കണം, അതൊന്നും ഇഷ്ടമാണല്ലോ. ഇവന് സനയെ കാണണം എന്ന് പറയുന്നു ദേവിന്, പക്ഷെ സനയെ കിട്ടണില്ല. പിന്നെ വരുന്നതാണ് നമ്മുടെ പഴയ മാമനെ വീണ്ടും കാണാം, സുഹൃത്ത് മാമനെ വീണ്ടും കാണുമ്പോഴേക്കും ഇവനെ ഒന്നിട്ടിട്ട് ഓടുന്നു. പിന്നെ ആയിരഞ്ചം പൊരിച്ചം ഇടിയാട്ടോ. അപ്പോൾ നമ്മുടെ ഈ ആദ്യത്തെ മാമ ഉണ്ടല്ലോ, സുഹൃത്ത് മാമ, ചിന്ന പയ്യൻ, അവനെടുത്തിട്ട് ഇടിക്കണ്, അങ്ങോട്ടിടി ഇങ്ങോട്ടിടി, കുറേ ഫൈറ്റ്. അപ്പോൾ നമ്മുടെ ഈ മാമയ്ക്ക് ആസ്മയൊക്കെ ഉണ്ട് കേട്ടോ. ആസ്മയം വെച്ചുകൊണ്ടാണ് ഇവൻ ഈ പൂക്കൃത്തലൊക്കെ കാണിക്കുന്നത്. അവൻ പിന്നെ എന്തോ ഡാർക്ക് നൈറ്റിലും മറ്റേ ഹീറ്റ് ലെഡ്ജർ ചെയ്ത ജോക്കറൊക്കെ ആവാനൊക്കെ നോക്കിയിട്ടുണ്ട്. അതേപോലെ എന്താണ്ട് എക്സ്പ്രഷനൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്, ഒന്നും ആവണില്ല. ഇത് ഒരുമാതിരി ഒരു പെട്ടിക്കട ജോക്കർ സെറ്റപ്പായി പോയി, നല്ല അലമ്പാക്കി തന്നെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മുടെ ദേവ് ഇവനെ ഇടിച്ച് പഞ്ചറാക്കുന്നു. ഇവിടെയാണ് ഇൻട്രോയിൽ. ഇത്ര ആയപ്പോഴേക്കും ഈ സിനിമ കാണണമെന്ന് തന്നെ തോന്നിപ്പോയി. അതായത് പടം അസഹനീയമാണ്.
അസഹനീയം എന്ന് പറയാൻ കാട്ടാ വരാതെ. പിന്നെ പൈസ കൊടുത്താലും എന്തായാലും കണ്ടേക്കാന്ന് വെച്ചാൽ പിന്നെ സെക്കൻഡ് ഹാഫ് ഉണ്ട്. പിന്നെ തിരിച്ചു വരുമ്പോൾ ഒരു ചെറിയ കൊച്ചിനെയൊക്കെ ട്രാഫിക് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു ആഫ്രിക്കൻ പുള്ളിക്ക് ചെറിയ ഒരു വെള്ള കൊച്ചിനെ പെങ്കൊച്ചിനെ വിൽക്കാനൊക്കെയാണ് അടുത്ത പരിപാടി. അങ്ങനെ പിന്നെ ഇതാ വരുന്ന സീനിലാണ് കലാഭവൻ ഷാജോനൊക്കെ വരുന്നുണ്ട്. കലാഭവൻ ഷാജോനോട് ഇവൻ കാര്യം നമ്മുടെ ഡേവ് കാര്യമൊക്കെ പറയും. ഡേവ് കാര്യം പറയുന്നത് കേൾക്കുമ്പോഴേക്കും പുള്ളി ഇവൻ്റെ കൂടെ കൂടുന്നു. അങ്ങനെ ഡേവ് ഈ പെണ്ണുങ്ങളെ ഒക്കെ എന്തോ ന്യൂമോണിയ ആയിരുന്നു. അപ്പോൾ അവരെ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യുന്നൊക്കെ നേരത്തെ ഒരു സീൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഡോക്ടറായിട്ട് വീണ്ടും ഡേവ് നമ്മളെ സനേനെ രക്ഷിക്കാൻ വരുന്നു. അവിടെ ഈ കൊച്ചിനെയൊക്കെ കാണുന്നു. കൊച്ചിനെ രക്ഷിക്കണം എന്നൊക്കെ അവനുണ്ട്. പക്ഷെ അവൻ രക്ഷിക്കുന്നില്ല. ഡോറ് വരെ എത്തുന്നു. ഇറങ്ങാൻ പോകുന്നു. അവിടെ നിന്ന് സനേനെ രക്ഷപ്പെടുത്തുന്നു. സനേനെയും കൂട്ടി എൻ്റെ പൊന്നളി അതിനിടയിലൊരു സീൻ ഉണ്ടായി. അതിനിടയിലാണ് നമ്മുടെ അവിടെ ഈ വേശ്യാലയത്തിലെ ഒരു ഗാർഡ് ഉണ്ട്. ഗാർഡ് സാഹിബിനോട് ഇവൻ പറയുന്നത് ഗാർഡ് സാഹിബിന് വയ്യ. അപ്പോൾ ഡോക്ടറാണല്ലോ, ഡോക്ടറായിട്ടാണല്ലോ എന്നൊക്കെ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ചോദിക്കുന്നു. അപ്പോൾ ഇവൻ ഡോളോ 650 ഒക്കെ എടുത്ത് കൊടുക്കുന്നു. എന്തും ആഡ് ചെയ്ത് ഡോളോ 650 ഒക്കെ വെച്ച് കോമഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. എന്നാ റൈറ്റിംഗ് ആണ്, കൊടൂര റൈറ്റിംഗ് ആണ് കേട്ടോ. അതിനപ്പുറത്തെ ഡയറക്ഷനുമാണ്. ഡോളോ 650 ഒക്കെ എടുത്ത് കൊടുത്ത് സായിപ്പ് ഡേവിനോട് യു ആർ ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞു ഇവള് ഈ പെണ്ണുങ്ങളുടെ അടുത്തോട്ടൊക്കെ കൊണ്ടുപോകണം. അവിടെ ചെല്ലുമ്പോഴാണ് ഈ ചെറിയ കൊച്ചിനായി കാണുന്നത്. അപ്പോൾ അവളെ രക്ഷിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇവന് പറ്റണില്ല, ഇവനെ കൊണ്ട് പറ്റണില്ല. ഇപ്പം നേരത്തെ കലാഭവൻ ഷാജോണൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ ചിലപ്പോൾ പലരെയും രക്ഷിക്കാനൊക്കെ തോന്നും, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ഇവൾ സനേനെയൊക്കെ വിളിച്ച് ഇറങ്ങാൻ നമ്മുടെ ഡോറ് വരെ എത്തുമ്പോഴാണ് ഇവന് ബോധോദയം ഉണ്ടാവുന്നത്. അല്ലേ ഒന്ന് രക്ഷിച്ചേക്കാം. അങ്ങനെ ആ ഡോർ തുറക്കുമ്പോഴേക്കും അവിടെ ശരിക്കുള്ള ഡോക്ടർ വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ഫൈറ്റ് ഇടിച്ച് പിടിച്ച് അവിടെ നിന്ന് എല്ലാവരും ഇടിച്ച് പഞ്ചറാക്കി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് പിന്നെ ഇവൻ അച്ഛനെ വിളിക്കുന്നു. അതായത് നമ്മുടെ മനോജ് കെ ജയനെ ആദ്യമായിട്ട് അച്ഛാന്നൊക്കെ വിളിക്കുമ്പോഴേക്കും മനോജ് കെ ജയൻ നീ കുടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര കോമഡിയൊക്കെയാണ്. നീ കുടിച്ചിട്ടുണ്ടോ, അല്ലാണ്ട് നീ എന്നെ അച്ഛാന്ന് വിളിക്കില്ലല്ലോ എന്നൊക്കെ പറയുന്ന സീനൊക്കെ ഉണ്ട്. അങ്ങനെ അത് പിന്നെ ഇവൻ ഡേവ് അച്ഛനോട് അച്ഛൻ എനിക്ക് സഹായം വേണം എന്നൊക്കെ പറയുമ്പോഴേക്കും മനോജ് കെ ജയൻ മുണ്ടൊക്കെ മടക്കി മാസൊക്കെ കാണിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഒന്നും ഒത്തിട്ടില്ല. നല്ല അമ്മയുണ്ട്. പിന്നെ വരുന്നതാണ് നമ്മുടെ ശ്വേതാ മേനോൻ്റെ ഇൻട്രോ ആസ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ. ഒക്കെയാണ് നല്ല റെഡ് സാരിയൊക്കെ കൊടുത്തൊക്കെയാണ് ഇരിക്കുന്നത് ശ്വേതാ മേനോൻ. അപ്പോൾ ശ്വേതാ മേനോനും മനോജ് കെ ജയനും തമ്മിലൊരു പഴയ ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലോട്ടൊക്കെ നമുക്ക് വരാം. അപ്പോൾ ശ്വേതാ മേനോൻ്റെ ഇൻട്രോ ഒക്കെ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലാത്ത ഇൻട്രോ. മൈ ഫുട്ട് എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് പുള്ളിക്കാരി ഡയലോഗൊക്കെ. ഒരു രക്ഷയില്ലാത്ത മാതിരി സെറ്റപ്പാണ്. മനോജ് കെ ജയൻ ശ്വേതാ മേനോനെ കാണാൻ വരുന്നു. മോനിങ്ങനെ പെട്ട് കിടക്കണം, മൂഞ്ചി കിടക്കുകയാണ്, ഒന്ന് രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എന്താ സംഭവം എന്താ, ശ്വേതാ മേനോനും മനോജ് കെ ജയനും പഴയ സെറ്റപ്പായിരുന്നു. രണ്ടുപേരും തമ്മിൽ ലൈനായിരുന്നു പണ്ട്. അപ്പം അത് വെച്ച് വീണ്ടും വന്നേക്കാണ് പുള്ളി. മോനെ രക്ഷിക്കണം ഇതൊന്നും പറയാൻ വന്നേക്കുക. പിന്നെ നല്ല ശ്വേതാ മേനോൻ നല്ല വൃത്തിക്ക് ആലമ്പാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ആലമ്പ അഭിനയം. ഇത് എല്ലാ ക്യാരക്ടേഴ്സും ഇതിൽ എനിക്കായ നമ്മുടെ ആശാൻ്റെ അഭിനയം വലിയ കുഴപ്പമില്ലാണ്ട് തോന്നി. ആശാൻ്റെ അഭിനയം കുഴപ്പമില്ല. ബാക്കി ഈ സിനിമയിൽ വന്ന് അഭിനയിച്ചേക്കുന്ന എല്ലാവരും നല്ല അലമ്പായിട്ട് തന്നെ അഭിനയിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പറയാണ്ട് വയ്യ. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അങ്ങനെ പിന്നെ നമ്മുടെ വീണ്ടും അടുത്ത സനയുടെ ഫ്ലാഷ് ബാക്ക് പറഞ്ഞുകൊണ്ട്, അതായത് നമ്മുടെ ഡേവ് ഇവളോട് ചോദിക്കും നീ എന്തുകൊണ്ട് ഒരു തവണ പോലും വിളിച്ചില്ല എന്നൊക്കെ ചോദിക്കണ സീൻ. അപ്പോൾ അങ്ങനെ സനയുടെ ഫ്ലാഷ് ബാക്കിലോട്ട് പോകണം. ഫ്ലാഷ് ബാക്കിൽ ചെല്ലുമ്പോൾ സന വിളിക്കാനൊക്കെ നോക്കി. പക്ഷേ അവിടെ തന്ത ഉരുപ്പടി നമ്മുടെ ജോണി ആൻ്റണി സമ്മതിച്ചില്ല. ഫോണൊക്കെ വലിച്ചെറിയുന്നു. നമ്മൾ പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന സീൻ ഉണ്ടല്ലോ. അവിടെ അതിന് പിന്നെ ഒരു സ്റ്റഡി ബൂത്തിൽ നിന്നൊക്കെ, സ്റ്റഡി ബൂത്തല്ല, കോയിൻ ബോക്സ് ഇട്ട് വിളിക്കുന്ന ഫോണിൽ നിന്നൊക്കെ ഇവനെ ഡേവിനെ വിളിക്കുന്നു. ഡേവ് ഫോൺ എടുക്കുമ്പോഴേക്കും എന്താ കേൾക്കണം, ഇവള് കേൾക്കുന്നത് മറ്റേ കൊച്ചിൻ്റെ കരച്ചിലൊക്കെ. അപ്പോഴേക്കും അവൻ കെട്ടിപ്പോയല്ലോ, 3 കൊല്ലമൊക്കെ കഴിഞ്ഞായിരുന്നല്ലോ. അപ്പോഴേക്കും ഡേവിന് ബുദ്ധിയുണ്ട്. അവൻ ബുദ്ധിപരമായിട്ട് കളിച്ചു. ഈ കോമ കിടക്കുന്നകളെ കിട്ടിയിട്ട് ഇവൻ എന്ത് ചെയ്യാൻ ഇനി. അവൻ നൈസായിട്ട് പോയി വേറെ കെട്ടി കൊച്ചായി. അപ്പോൾ ആ കൊച്ചിനെ കളിപ്പിക്കാനൊക്കെ ഭാര്യ ഫോണിൽ കൂടെ പറയുന്നതാണ് ഇവള് സന കേൾക്കുന്നത്. അങ്ങനെ അപ്പോഴേക്കും അവൾക്ക് മനസ്സിലായി മൂന്ന് ചെയ്യുന്നു. അങ്ങനെ അവളൊന്നും പറയാണ്ട് ഫോൺ കട്ട് ചെയ്യണം. അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിലോട്ട് വരുമ്പോൾ അപ്പോൾ ഇവൻ ചോദിച്ചോണ്ട് കേട്ടേ എന്താ വിളിക്കാൻ ഞാൻ എന്നിട്ട് എന്തോ ഒരു കൂടെ ഡയലോഗ് അടിച്ചൊക്കെ ഫുൾ നെഗറ്റീവൊക്കെ ആകുന്നുണ്ട്. നല്ല അലമ്പ് സീനായിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ഈ സനയായിട്ട് അഭിനയിച്ച ഓഡ്രി മിറിയം എന്ന് പറയുന്ന പെണ്ണ്. എൻ്റെ ദൈവം എന്നാ ഓവർ ആക്ടിങ്. അവർക്ക് അറിയണ സീനൊക്കെ ഒരു രക്ഷയില്ല. നല്ല ഓവർ ആക്ട് ചെയ്ത് ചാളമാക്കി വെച്ചിട്ടുണ്ട്. നല്ല അലമ്പായിട്ടുണ്ട്. പിന്നെ വരുന്ന നമ്മുടെ സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാബുരാജും ഒരു ശിങ്കിടി വില്ലൻ സായിപ്പിൻ്റെ ശിങ്കിടി വില്ലൻ സാഹിബിൻ്റെ പേരാ പുട്ടിൻ എന്നാണ് ശിങ്കിടി വില്ലൻ സാഹിബിൻ്റെ പേര്.
അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഡേവിനെ തപ്പി അവിടെയുള്ള കുറേ ഹോട്ടലിലൊക്കെ കയറി ഇറങ്ങുക. അപ്പോൾ ഡേവ് ബുദ്ധിപരമായിട്ട് കളിച്ച് കുറേ ഹോട്ടലുകളിൽ ബുക്ക് ചെയ്തതിന് ചെക്ക് ഇൻ ചെയ്തിട്ടില്ല. ബുക്ക് ചെയ്തു, ചെക്ക് ഇൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇവർ കുറേ ഹോട്ടലുകളിൽ ചെന്ന് തപ്പി കുറേ സെറ്റ് സായിപ്പന്മാർ, വില്ലൻ സായിപ്പന്മാർ എല്ലായിടത്തും ചെന്ന് മൂഞ്ചണം. എല്ലായിടത്തും ബുക്ക് ചെയ്തിട്ടുണ്ട്, ചെക്ക് ഇൻ ചെയ്തിട്ടില്ല. പക്ഷേ എന്താ ഭാഗ്യം, നമ്മുടെ ബാബുരാജും പൊട്ടിനും കൂടി വന്നേക്കുന്ന ഹോട്ടലിലാണ് ശരിക്കും നമ്മുടെ ഡേവ് ഭാര്യയും ചെക്ക് ഇൻ ചെയ്തേക്കണം. പിന്നെ വരുന്ന ഇതിൻ്റെ അടുത്ത സീൻ, അതിനിടയിൽ ബാബുരാജ് ഈ പുട്ടിന് ഒരു കപ്പ് കൊടുത്തിട്ട് ഇതെവിടെയെങ്കിലും ഇടാനൊക്കെ പറയുന്നുണ്ട്. അതായത് പുട്ടിറ്റ് സംവെയർ, ഇതാണ് ഡയലോഗ്. പുട്ടിറ്റ് സംവെയർ എന്നുള്ള ഡയലോഗൊക്കെയാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പറാണ്. ഇതൊന്നല്ല വരാനിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ഒരു ഭീകര സീനൊക്കെ ഉണ്ട്. ഒരു അടിപൊളി സീനാണ്. അപ്പോൾ ഇവരുടെ ഹോട്ടൽ റൂം തപ്പിയാണ് ഇവർ വരുന്നത്. അവിടെ ഡേവിൻ്റെ ഭാര്യയും കൊച്ചും ഉണ്ട്, ചെക്കനും ഉണ്ട്. അപ്പോൾ ബാബുരാജിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒളിച്ചൊക്കെ ഇരിക്കുന്ന സീനാണ്. ഇവർ ജസ്റ്റിന് രക്ഷപ്പെടാൻ പോകണു. പക്ഷെ നമ്മൾ സീനിൽ കാണുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ബാബുരാജും പുട്ടിനും ബാക്ക്ഗ്രൗണ്ടിൽ കാണും. അത് നല്ലൊരു ഭീകര ഫ്രെയിമായിരുന്നു, നല്ലൊരു സീനായിരുന്നു. അത് ഇവർ കോമഡി പീസാക്കി അത് കോളാക്കിയിട്ടുണ്ട്, നല്ല അലമ്പാക്കി. ഡേവിൻ്റെ ഭാര്യയും മോനും തിരിഞ്ഞു നോക്കുമ്പോൾ ബാക്കിൽ ബാബുരാജും നമ്മുടെ പുട്ടിനും. അപ്പോൾ നമ്മുടെ പുട്ടിൻ ഭാര്യനോട് ഡേവിൻ്റെ ഭാര്യനോട് ചോദിക്കുന്നു, ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ പേര് പറയാൻ പറഞ്ഞു. ആദ്യം അവളോട് ചോദിക്കുമ്പോൾ ഇവള് ഇന്ത്യ അല്ല, യമനിയാന്ന് പറയും. യമനിയ ഏതോ ഒരു അറബി രാജ്യം പറയും. ഭർത്താവിൻ്റെ പേര് പറയാനുള്ളു. ബാബുരാജ് കൊച്ചിനോട് ഫാദറിൻ്റെ വാട്ട് ഈസ് യുവർ ഫാദേഴ്സ് നെയിം എന്നൊക്കെ പറയും. അപ്പോൾ കൊച്ച് ജബ 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 എന്നൊക്കെ. എൻ്റെ അളിയ, ഞാൻ ഇറങ്ങി ഓടിയാലോ എന്ന് വിചാരിച്ചു. എന്ത് സീനാന്നത്! ജബ ജബ എന്നൊക്കെ കൊച്ച് ഇങ്ങനെ എഴുതി വെച്ചേക്കണം. ഇങ്ങനെ എഴുതി വെച്ച് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് സിനിമയൊക്കെ അവർ സമ്മതിക്കണം കേട്ടോ. ജബ ജബ എന്നൊക്കെ പറയുന്നത് ഒരു കോമഡിയൊക്കെ ആയിട്ട് കോളാക്കി ആ സീൻ. അപ്പോൾ ബാബുരാജ് പറഞ്ഞു, അയ്യോ സെൻഡിയൊക്കെ ആയിട്ട് ആപ്പിളൊക്കെ ചക്കന് കൊടുത്തിട്ട് ഓക്കെ നിങ്ങൾ നോക്കാം എന്നൊക്കെ പറയാൻ വിടണ്. ഇതാണ് സീൻ. അപ്പോൾ അങ്ങനെ നടന്നു പോകുമ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, മോനെ അത് സ്മാർട്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ചെക്കൻ പറഞ്ഞു, നോ നോട്ട് സ്മാർട്ട്, ഇറ്റ് ഈസ് ഓക്കെ ടു ആക്ട് ഡംബ് എന്നൊക്കെ നേരത്തെ പറഞ്ഞതിൻ്റെ ഇവൻ്റെ അപ്പനോട് മറ്റേ ഡേവിനോട് അവൻ്റെ അമ്മ പറഞ്ഞത് ഡേവ് മോനെ പഠിപ്പിച്ചു കൊടുത്തേക്ക. അതായത് സ്മാർട്ടാവണ്ട, പൊട്ടനായിട്ട് അഭിനയിച്ചാൽ മതി എന്നൊക്കെ. അതാണ് ജബ 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 എന്നൊക്കെ. പക്ഷെ എൻ്റെ അണ്ണ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. പിന്നെ വരുന്ന ഒരു അടുത്ത കിട്ടിലൻ സീനാണ്. ഷാജോൻ്റെ ഫ്ലാറ്റിൽ വില്ലന്മാർ രണ്ട് സായിപ്പന്മാർ വന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ പേര് ചോദിക്കുമ്പോൾ രജനീകാന്ത് എന്നൊക്കെ പറയണം കലാഭവൻ ഷാജോൻ. രജനീകാന്ത് എന്നൊക്കെ. അപ്പോൾ കൂടെ നിൽക്കുന്ന സാഹിബ് പറഞ്ഞു, ഈ ഇതെവിടെയോ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന് തോന്നുന്നു എന്നൊക്കെ. ഇന്ത്യൻ പ്രസിഡന്റോ പ്രധാനമന്ത്രിയാണെന്നൊക്കെ തോന്നുന്നു. അപ്പോൾ ഈ രജനീകാന്ത് എന്നുള്ളത് ഇവൻ മാറ്റി പറഞ്ഞ പേരാ. എൻ്റെ ശരിക്കുള്ള കഥാപാത്രത്തിൻ്റെ ഒരു കമൽ എന്നാണ്. കമൽഹാസൻ അല്ല, ഇതിൽ ക്യാരക്ടറിൻ്റെ ഒരു കമൽ മുഹമ്മദ് എന്നങ്ങാണ്ട്. അപ്പോൾ ഇതിൽ കമൽഹാസനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ ഒരു കോമഡിക്ക് വേണ്ടിയാണിത്. അതാണ് സംഭവം, അതിനുള്ള ബിൽഡപ്പാണിത്. അപ്പോൾ നമ്മുടെ വില്ലൻ കലാഭവൻ ഷാജോനോട് പറഞ്ഞു, രജനീകാന്ത് ഇഫ് യു സി കമൽ കോൾ ദിസ് നമ്പർ. ഇതാണ് കോമഡി. ഇതിനു വേണ്ടിയാണ് പേരും ഇത്ര ഒരു സീനൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം. ഓക്കെ രജനീകാന്ത് ഇഫ് യു സി കമൽ കോൾ ദിസ് നമ്പർ. അങ്ങനെയുണ്ട്. പിന്നെ വീണ്ടും തിരിച്ച് നമ്മുടെ ദേവും മറ്റേ ഡേവ് പുട്ടിനും നമ്മുടെ ബാബുരാജും പുട്ടിനും കൂടി നമ്മുടെ ഡേവിനെ വിളിക്കണം. ഡേവിനെ വിളിച്ചിട്ട് പറയാ, നിങ്ങളുടെ ഫാമിലി ഞങ്ങളുടെ കയ്യിലുണ്ടെന്നൊക്കെ. പക്ഷെ അവരുടെ കയ്യിലൊന്നുമില്ല, അവർ ചുമ്മാ ഒന്ന് കളിച്ചു നോക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഡേവിൻ്റെ ഭാര്യ ഇവനെ വിളിക്കുന്നു. അപ്പോൾ ഇവൻ എടുക്കുന്നു. അപ്പോഴേക്കും ഫോൺ ഹോൾഡ് ആവുന്നു. അപ്പോൾ പുട്ടിൻ സാഹിബ് പറഞ്ഞു, അയ്യോ എൻ്റെ ഫോൺ ഹോൾഡ് ആക്കിയെന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് അടുത്ത കിടിലൻ സീൻ. ഏതാ? ഡേവ് സാഹിബിനോട് ഓടാ മൈരേ എന്ന് പറഞ്ഞു. ഓടാ മൈരേ, വാട്ട് ഈസ് മൈരേ എന്നൊക്കെ പുട്ടിൻ ചോദിക്കുമ്പോൾ ബാബുരാജ്, മൈ റേ ഓഫ് സൺഷൈൻ എന്നൊക്കെ. എന്തോന്നുണ്ട് ഇത് മൈ റേ ഓഫ് സൺഷൈൻ എന്തോ. പിന്നെ കാർച്ചേസ്, ഇവർ ബാബുരാജ് ഡേവിനെ കാർച്ചേസ് ചെയ്യണു പോകുന്നതിനിടയിലുള്ള ഡയലോഗ്, ദിസ് ഇസ് എ ബ്ലഡി കാർച്ചേസ് യു നോ. ബാബുരാജ് പറയുന്നത്, ദിസ് ഇസ് എ ബ്ലഡി കാർച്ചേസ്, ബ്ലഡി ഡേവ് എന്നൊക്കെ പറഞ്ഞു. എൻ്റെ അളിയെ എന്താ ഈ പണി വെച്ചേക്കണേ, എന്താണ് ഈ ഉണ്ടാക്കി വെച്ചേക്കണവര്? ഇതാണ് സംഭവം. ഓക്കെ,
പിന്നെ അടുത്ത സീൻ എന്ന് പറയുമ്പോൾ ഡേവ് എന്ന് വില്ലന്മാരെയൊക്കെ ഇടിച്ച് പരത്തണ് എല്ലാവരെ കുറേ പേരെയൊക്കെ കൊല്ലുന്നു. മറ്റേ സനയൊക്കെ പ്രതികാരം വീട്ടുന്ന സീനൊക്കെ ഉണ്ട്. ഒരു വെയർ ഹൗസിൽ വെച്ച് പോലത്തെ ഒരു സീൻ, കുറേ വെടിയും പുകയും, സന തോക്കൊക്കെ എടുത്ത് ഇവളെ ആദ്യം വിറ്റാൻ ഒരു സീനൊക്കെ ഉണ്ട്, റിവെഞ്ച് എടുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. പിന്നെ അവിടെ വെച്ച് കലാഭവൻ ഷാജോൻ പെട്ടെന്ന് മാസൊക്കെ കാണിക്കണം അവസാനമായപ്പോഴേക്കും എല്ലാവരും സായിപ്പന്മാരെയൊക്കെ ഇടിച്ച് പൊളിക്കണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആശാൻ വരുന്നത്. ആശാൻ വരുമ്പോൾ അടുത്ത ട്വിസ്റ്റ്, ശ്വേതാ മേനോൻ സായിപ്പിൻ്റെ ഗവൺമെൻറ്റുമായിട്ട് പാർട്ട്ണർ ചെയ്ത് സംസാരിച്ച് ഹെലികോപ്റ്ററൊക്കെ വിട്ട് നമ്മുടെ ആശാനെ മൂഞ്ചിക്കണം. ഹെലികോപ്റ്ററൊക്കെ വിട്ട് ആർമിയൊക്കെ വന്ന് ഫുൾ റൈഡ് അവസാനം. അപ്പോഴേക്കും എല്ലാം തീരാറായി നമ്മൾ വിചാരിക്കുമ്പോഴേക്കും അല്ല, ആശാൻ നൈസായിട്ട് രക്ഷപ്പെട്ടു. എങ്ങനെയാണെന്ന് ചോദിക്കരുത്, ഇത് മൊത്തം ആർമിയാണ് ആ ഏരിയയിൽ. പക്ഷെ അതിനിടയിൽ കൂടെ പുറകിൽ കൂടെ ഈ വെയർ ഹൗസിൻ്റെ പുറകിൽ കൂടെ എങ്ങാണ്ട് ആശാൻ രക്ഷപ്പെട്ടുണ്ട്. പിന്നെ ആശാൻ കാർ ഓടിച്ചു പോണു. എനിക്ക് തോന്നുന്നു ഡേവ് ആശാന്റെ കാറ് വെടി വെക്കണു, ടയറിനിട്ട് വെടി കൊള്ളുന്നു. ആശാൻ വണ്ടി നിർത്തണം ഏതൊരു റോഡ് സൈഡിൽ. ഡേവ് ബൈക്കൊക്കെ ഓടിച്ച് പുറകെ വന്ന് പിടിക്കണ്. അങ്ങനെ റോഡ് സൈഡിൽ വെച്ച് പിടിച്ച് അവിടെ വെച്ച് വെടി വെച്ച് കൊല്ലുന്നു. അവിടെ ആശാൻ കുതാഹവ തീർന്നു. പക്ഷെ ആശാൻ വേറെ കാര്യമുണ്ട്, അവസാന ശ്വാസം വരെ റെജിസ്റ്റർ വിട്ടിട്ടില്ല. അവസാന ശ്വാസം വരെ ഞാൻ പറഞ്ഞ മറ്റേ യു ഇന്ത്യൻസ് ആർ ബ്ലഡി ഇമോഷണൽ എന്നൊക്കെ പറഞ്ഞ് ഡേവ് ഫിനിഷ് ചെയ്യണം. യു ഇന്ത്യൻസ് ആർ വരെ ആശാൻ പറയുന്നത് ബ്ലഡി ഇമോഷണൽ എന്നൊക്കെ പറയും. അങ്ങനെ ആശാൻ മുഞ്ചി. അതോടെ ആശാൻ്റെ കഥ തീർന്നു. പിന്നെ തിരിച്ച് നമ്മുടെ ആ ബ്രോത്തലിലെത്തി എല്ലാവരെയും ഫ്രീ ആക്കുന്നു. അവിടെ നല്ല സ്ത്രീകളും കുട്ടികളെയൊക്കെ ഫ്രീ ചെയ്യുന്നു. അപ്പോൾ മറ്റേ സന ഇവനോട് ഡേവിനോടും ഭാര്യനോട് പറയും താങ്ക് യു ഫോർ സെൻഡിങ് യുവർ ഹസ്ബൻഡ് ടു റെസ്ക്യൂ മീ എന്നൊക്കെ പറഞ്ഞ് സന അവളുടെ പാട്ടിന് പോകണം. ഇനി ചെന്ന് അടുത്ത ഫോം ഫില്ല് ചെയ്യണം, അതിനായിരിക്കും പോയത്. സന ആ വഴിക്ക് അടുത്ത ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് നടന്നങ്ങ് പോണ്. പിന്നെ ആ ചെറിയ കൊച്ചു വന്ന് ഡേവ് ഒരു മാലയൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. അതായത് ഡേവിൻ്റെ തള്ള ഡേവിന് ഇട്ട് കൊടുത്ത ഭാഗ്യത്തിന് വേണ്ടിയൊക്കെ ഇട്ട് കൊടുത്തൊരു മാലയൊക്കെ ഇട്ട് ഒന്നും ഇല്ല, വെറുതെ എന്താണ്ടൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇവൻ ആ കൊച്ചിന് കൊടുത്തായിരുന്നു നേരത്തെ ഒരു സീനിൽ ആ മാല. അപ്പോൾ കൊച്ചിൻ്റെ അച്ഛനും അമ്മേനൊക്കെ പിടിയിട്ടുണ്ട്, അവർ വന്ന് രക്ഷിക്കുന്നൊക്കെ പറയുന്നു. അവർ വന്ന് കൊച്ചിനെ പിക്ക് ചെയ്യണം. അപ്പോഴേക്കും കൊച്ചു ആ മാല തിരിച്ച് ഡേവിന് തന്നെ കൊടുക്കുന്നു. എന്നിട്ട് തലയൊരു ഉമ്മൊക്കെ വെച്ച് കൊടുക്കുന്നു ഡേവിന്. അവിടെ ശുഭം, സിനിമ തീർന്നു. ഇതാണ് സംഭവം. ഇത് ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന കണ്ടാണ്ടല്ലോ പെറ്റ തള്ള തയ്ക്കില്ല കേട്ടോ, സത്യം പറയാലോ, പെറ്റ തള്ള തയ്ക്കില്ല, നല്ല അലമ്പയുണ്ട്. അപ്പോൾ ഇതിത്രയാണ് സിനിമയുടെ ഒരു ഏകദേശ അവസ്ഥ. സംഭവം എന്ന് വെച്ചാൽ ഈ നമ്മുടെ നോബിൾ ബാബു തോമസ് നമ്മുടെ ബോൺ ലെഗസി, ടേക്കൺ, ജോൺ വിക്ക് ഒക്കെ കണ്ട് അതേ മോഡലൊരു സിനിമ എടുക്കണം എന്നൊക്കെ ആർത്തി മൂത്ത് പ്രാന്തായി പോയതാണെന്ന് തോന്നുന്നു. അങ്ങനെ പുള്ളി എന്നെ എഴുതി, പുള്ളി എന്നെ അഭിനയിച്ച് ഡയറക്റ്റ് ചെയ്യാനൊക്കെ ഇരുന്നെന്ന് തോന്നുന്നു, ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടായിരുന്നു. പക്ഷെ വിനീത് പിന്നെ അത് നൈസായിട്ട് എടുത്ത് ഓടിച്ചെന്ന് പണി മേടിച്ച്, ഇത്രയും പറയാനുള്ളൂ. ഒരു ഗുണവും ഇല്ലാത്ത ഒരു സിനിമ. നമ്മുടെ ജോർജിയയിലൊക്കെയാണ് ഇത് ഷൂട്ട് ചെയ്തത്, പക്ഷെ ഒരു മെച്ചവും ഇല്ല. മ്യൂസിക്കും കൊള്ളൂല, ഒന്നും കൊള്ളൂല. എഡിറ്റിങ് വലിയ കുഴപ്പമില്ല എന്ന് പറയാൻ വേണേ. പിന്നെ സിനിമ 2 മണിക്കൂറിനുള്ളിൽ തീർത്തിട്ടുണ്ട്, അത് മാത്രമാണ് ഒരു ഏക ആശ്വാസം എന്ന് പറയാനുള്ളത്. ഒരു 2.5-3 മണിക്കൂറൊന്നും ആക്കിയിട്ടില്ല. സിനിമ ഒരു 2 മണിക്കൂറിൽ തന്നെ തീർത്തിട്ടുണ്ട്. 2 മണിക്കൂറും 15 മിനിറ്റും കണ്ടും കൂടിയേ ഉള്ളൂ, ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആകെ എനിക്കിഷ്ടപ്പെട്ട ആശാൻ കൊള്ളാം, ആശാൻ മാത്രം കൊള്ളാം ഇതിൽ. ബാക്കി എല്ലാവരും എൻ്റെ അമ്മോ, മറ്റേ ഇവൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച രേഷ്മ, സെബാസ്റ്റ്യൻ, മനോജ് കെ ജയൻ, ബാബുരാജ് അസഹനീയം, കലാഭവൻ ഷാജോൺ, വിഷ്ണു ജി വാര്യർ എന്ന് പറയുകയാണ് ബാറ്റോ ആണ് നമ്മുടെ ഏതാ ഞെരിപ്പൻ മാമൻ, നമ്മുടെ സനനെ റേപ്പ് ചെയ്യണൊക്കെ സുഹൃത്തെ എന്നൊക്കെ വിളിച്ച് വിഷ്ണു ജി വാര്യർ നല്ല അലമ്പയുണ്ട്. പിന്നെ ജോണി ആൻ്റണി ഈ സനയുടെ അച്ഛനായിട്ട്, ശ്വേതാ മേനോൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററൊക്കെ ആയിട്ട്, നന്ദിത കൊള്ളേയില്ല, നല്ല അലമ്പ. എല്ലാവരും നല്ല അലമ്പായിട്ട് വേർപ്പിച്ച് തന്നെ അഭിനയിച്ചു പോയിട്ടുണ്ട്. വെറുതെ പടം മൂഞ്ചി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിൽ കുറേ മൈരേജ് ജോക്സ്, മറ്റെന്തോ ഡോളോ 650, രജനീകാന്ത്, കമൽ എന്നൊക്കെ പറഞ്ഞ് എന്ത് കുന്താണോ ഇവർ എഴുതി വെച്ചേക്കണം. ഒരു ഐഡിയ ഇല്ല കേട്ടോ, നല്ല അമച്ചറിഷായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അമച്ചറിഷായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അമച്ചറിഷായിട്ട് തന്നെ എടുത്തും വെച്ചിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ഒട്ടും പോരാ സിനിമ, തീരെ മോശം. വിനീത് ശ്രീനിവാസൻ്റെ ഇതുവരെ ഉള്ളത് വെച്ച് ഏറ്റവും മോശം പടം പുള്ളിയുടെ കരിയറിൽ. ഞാൻ മാക്സിമം ഒരു 1/10 ഇത്രയും കൊടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലത്തെ അറ്റംപ്റ്റും മോശം സിനിമയൊന്നും ഇനി വരരുത്. പടം പോരാ, ഒട്ടും പോരാ. ഞാൻ പറയാം, നിങ്ങളുടെ പൈസ കളയണ്ട, തിയേറ്ററിൽ പോയി കാണാനുള്ളതൊന്നുമില്ല, OTTയിലും വരുമ്പോൾ കാണാൻ കൊള്ളാം. അത് 1 ടൈം വാച്ചൊക്കെ തന്നെ പാട്. പിന്നെ എനിക്ക് തീരെ സിനിമ വർക്ക് ചെയ്തില്ല, ഞാൻ ഒരിക്കലും കാണാനും പോകണില്ല.
അപ്പൊ അതാണ് വിനീത് ശ്രീനിവാസന്റെ കരം. എൻ്റെ പൊന്നണ്ണ, ഇനി ഇങ്ങനത്തെ പടം കൊണ്ടൊന്നും വരരുത്. പ്ലീസ്, ഒരപേക്ഷയാണ്.